ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂഥ്യത്തിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂഥ്യത്ത് 3 ദിനങ്ങളിൽ രാത്രി സമയത്ത് പ്രാർത്ഥനാനിരതയാകുന്ന സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ ദാസിയുമൊത്ത് യൂഥ്യത്ത് പുറത്തേക്ക് പോകുന്നു. അവൾ പ്രാർത്ഥനാ നിരതയാകുന്നു. അതിനുശേഷം താഴ്വരയിലെ ജലാശയത്തിൽ ചെന്ന് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. ഈ രീതി 3 ദിനങ്ങളായപ്പോഴേക്കും ഒരു പതിവായി തീർന്നു. അതിൽ സംശയകരമായി ഒന്നുമില്ല എന്ന രീതിയിലേക്ക് അസീറിയക്കാരുടെ കാവൽഭടന്മാരുടെ മുൻപിൽ അതൊരു പതിവായി മാറി. അങ്ങനെയിരിക്കെ ഇതാ 4-ാം ദിവസം കടന്നു വരികയാണ്. 5 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന കർമ്മപദ്ധതിയുമായിട്ടാണ് യൂഥ്യത്ത് അസീറിയൻ പാളയത്തിലേക്ക് കടന്നു വന്നത്. 5 ദിവസങ്ങൾ ആണ് കീഴടങ്ങുന്നതിന് മുൻപ്, അസീറിയക്കാരായ ശത്രുക്കൾക്ക് കീഴടങ്ങുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ആ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ബത്തൂലിയായുടെ നഗരാധിപനായ ഉസിയ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതാ 4-ാം ദിവസം കടന്നു വരുന്നു. 4-ാം ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനം വായിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. 4-ാം ദിനം ഒരു ക്ഷണം ലഭിക്കുകയാണ്. യൂഥ്യത്തിന് ഹോളോഫർണസിൻ്റെ സ്വകാര്യ കൂടാരത്തിൽ ഒരു വിരുന്നിന് ഉള്ള ക്ഷണം ലഭിക്കുന്നതാണ് നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്. ഈ സമയം നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കാം, ഒരുമിച്ച് നമുക്ക് വായിക്കാം. യൂഥ്യത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. 4-ാം ദിവസം ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി. തൻ്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ഡൻ ബഗോവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണയിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ബഗോവാസ് യൂഥ്യത്തിനെ സമീപിച്ചു പറഞ്ഞു, സുന്ദരിയായ പരിചാരികെ വരുക. ഹോളോഫർണസിൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക. വീഞ്ഞു കുടിച്ച് ഞങ്ങളോടൊത്ത് ഉല്ലസിക്കുക. ഇന്ന് നീ നെബൂഖദ്നേസറിൻ്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യയായി ഭവിക്കുക. യൂഥ്യത്ത് പാളയത്തിലെത്തി 4-ാം ദിവസമാണിത്. ബത്തൂലിയക്കാർ കീഴടങ്ങാൻ ഇനി ഒരു ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്ന് ഒരുക്കുന്നു. ഒരു വിജാതീയ സ്ത്രീയായ യൂഥ്യത്തിനെ അന്തഃപുരത്തിൽ അതിഥിയായി ക്ഷണിക്കുന്ന രംഗമാണ് ഇത്. ഹോളോഫർണസിന്
അവളിൽ ആസക്തി ഉണ്ടായതിനാലാണ് ഈ ക്ഷണം നൽകപ്പെടുന്നത്. ക്ഷണം നൽകപ്പെടുന്നത് ഹോളോഫർണസിൻ്റെ സ്വകാര്യ പരിചാരകൻ കൂടിയായ ഷണ്ടൻ ബഗോവാസ് എന്ന വ്യക്തി വഴിയായിട്ടാണ്. ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി എന്ന പരാമർശം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയായിരിക്കാം ഹോളോഫർണസ് തൻ്റെ സേനാധിപന്മാരെ എല്ലാം ഒഴിവാക്കി വളരെ രഹസ്യത്തിലുള്ള ഒരു വിരുന്ന് ചെറിയ ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ട് നൽകുന്നത്? വളരെ വ്യക്തമാണ് ഉത്തരം. സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് ഹോളോഫർണസ് സേനാധിപന്മാരെ ഒഴിവാക്കി ഇത്തരമൊരു വിരുന്ന് സംഘടിപ്പിച്ചത്. എന്നാൽ വിരുന്നിനിടയിൽ ഹോളോഫർണസിന് എന്തെങ്കിലും അപകടം പിണഞ്ഞാൽ രക്ഷിക്കാനായി ഹോളോഫർണസിൻ്റെ കൂടെ സേനാധിപന്മാരായ ആരും കൂടെയില്ല എന്ന കാര്യവും നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് സ്വകാര്യതയ്ക്ക് വേണ്ടി ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും വിളിക്കാതെ വിരുന്ന് സംഘടിപ്പിക്കുന്നു. മറുഭാഗത്ത് പതിയിരിക്കുന്ന അപകടം. ഈ വിരുന്നിനിടയിൽ ഹോളോഫർണസിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അയാളെ രക്ഷിക്കാനായി കൂടെ ആരുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വിരുന്നിനുള്ള ക്ഷണം ലഭിച്ചു. ബഗോവാസ് എന്ന ഷണ്ഡൻ കൂടിയായ സ്വകാര്യ പരിചാരകൻ വഴി ഇക്കാര്യം യൂതിത്തിനെ ഹോളോഫർണസിൻ്റെ ഇംഗിതം യൂതിത്തിനെ അറിയിക്കുകയാണ്. ഹോളോഫർണസിൻ്റെ ഇംഗിതം ഹോളോഫർണസ് ബഗോവാസിനോട് പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഹോളോഫർണസ് ബഗോവാസിനോട് പറഞ്ഞു, അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. അതായത് യൂതിത്ത് അസീറിയൻ പാളയത്തിലെത്തിയിട്ട് 4-ാം ദിവസമാണ്. 4 ദിവസമായിട്ടും അവളെ പ്രാപിക്കാൻ ഈ ഹോളോഫർണസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഹോളോഫർണസ് പറയുകയാണ്, ഒരു ഹെബ്രായ സ്ത്രീ, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ അഭയാർത്ഥിയായി നമ്മുടെ കൂടാരത്തിൽ വന്ന് താമസിച്ചിട്ട് ഞാൻ അവളെ പ്രാപിക്കാതിരുന്നാൽ നമുക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് യൂതിത്തിനെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഈ വിരുന്ന് സംഘടിപ്പിക്കപ്പെടുന്നത്. യൂതിത്തിൻ്റെ പ്രത്യുത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ആസക്തിയും വീഞ്ഞും ഹോളോഫർണസിനെ എപ്രകാരമാണ് കീഴ്പ്പെടുത്തുന്നത് എന്നും നമുക്ക് ശ്രദ്ധിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യൂതിത്ത് പ്രതിവചിച്ചു, എൻ്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആര്? അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അത് എനിക്ക് സന്തോഷജനകമായിരിക്കും. അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ബഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂതിത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിൻ്റെ മുൻപിൽ ദാസി വിരിച്ചു. ഹോളോഫർണസ് യൂതിത്ത് അകത്ത് കടന്നതിൽ ശയിച്ചു. ഹോളോഫർണസിൻ്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടതു മുതൽ അവളെ കുടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക. യൂതിത്ത് പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ദിവസത്തെയും കാൾ ഇന്ന് എനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്.
അതിനുശേഷം തൻ്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവൻ്റെ മുൻപിൽ വെച്ച് കഴിച്ചു. ഹോളോഫർണസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. ഇവിടെ യൂദിത്തിൻ്റെ പ്രത്യുത്തരം ബഗോവാസിലൂടെ വെളിവാക്കപ്പെട്ട ഹോളോഫർണസിൻ്റെ ഇംഗിതത്തോട് യൂദിത്ത് പ്രത്യുത്തരിക്കുന്നത് വീണ്ടും രണ്ട് തലങ്ങളിൽ വായിക്കാവുന്ന, രണ്ട് അർത്ഥതലങ്ങളുള്ള, ദ്വയാർത്ഥങ്ങളുള്ള ഉത്തരമാണ്. നമുക്ക് ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആര്? അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അതെനിക്ക് സന്തോഷജനകമായിരിക്കും. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് യൂദിത്ത് തനിക്ക് ലഭിച്ച ക്ഷണം സ്വീകരിക്കുന്നത്. ഈ വാക്കുകളിൽ നമ്മൾ കാണുന്ന ദ്വയാർത്ഥങ്ങൾ എന്താണ്? യൂദിത്ത് ഇപ്രകാരം പറയുമ്പോൾ ബഗോവാസ് എന്ന ഹോളോഫർണസിൻ്റെ സ്വകാര്യ പരിചാരകൻ കരുതുന്നത് ഇവിടെ എൻ്റെ യജമാനൻ എന്ന് യൂദിത്ത് പറയുന്നത് ഹോളോഫർണസിനെ ഉദ്ദേശിച്ചാണ് എന്നാണ്. എന്നാൽ വായനക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂദിത്തിൻ്റെ യഥാർത്ഥ യജമാനൻ ഇതിനു മുൻപ് തന്നെ യൂദിത്ത് വെളിവാക്കിയിട്ടുള്ളതുപോലെ ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് എൻ്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ നിരസിക്കുകയില്ല, അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കുമെന്ന യൂദിത്തിൻ്റെ ദൃഢനിശ്ചയമാണ് ഈ വാക്കുകളിലൂടെ കടന്നു വരുന്നത്. ആ യജമാനനോട്, ദൈവമായ കർത്താവ് എന്ന തൻ്റെ യഥാർത്ഥ യജമാനനോടുള്ള വിധേയത്വമാണ് യൂദിത്ത് ഇവിടെ ഏറ്റുപറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരേ വാക്കുകൾ രണ്ട് അർത്ഥങ്ങളിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ഉത്തരം നൽകിയതിന് ശേഷം യൂദിത്ത് ഹോളോഫർണസിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ, അവൻ്റെ കിടപ്പറയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അവൾ ആടയാഭരണങ്ങൾ അണിഞ്ഞ് അതീവ സുന്ദരിയായി. അവൾക്കായി ഹോളോഫർണസിൻ്റെ കിടപ്പറയിൽ സ്ഥലമൊരുങ്ങുന്നു. അക്കാലത്ത് പതിവുണ്ടായിരുന്നത് പോലെ ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രീതിക്ക് അനുസൃതമായുള്ള ഇരിപ്പിടം സജ്ജമാക്കപ്പെടുന്നു. അങ്ങനെ ഹോളോഫർണസിൻ്റെ കിടപ്പറയിലേക്ക് പ്രവേശിച്ച അതീവ സുന്ദരിയായി ചമഞ്ഞ് വന്നിരിക്കുന്ന യൂദിത്തിനെ പ്രതി ഹോളോഫർണസിന് വികാര തീവ്രത ഉണ്ടാവുകയാണ്. അതിനുശേഷം ഭക്ഷണവും വീഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹോളോഫർണസ് അവളോട് പറയുന്നു, ഭക്ഷണങ്ങൾ ആസ്വദിക്കുക, വീഞ്ഞു കുടിക്കുക. അവൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചു. പക്ഷേ വീഞ്ഞു കുടിക്കാനും അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോളോഫർണസിൻ്റെ കിടപ്പറയിൽ ഒരുക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അവൾ കഴിക്കുന്നില്ല. അതിന് പകരം 19-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നു, തൻ്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവൻ്റെ മുമ്പിൽ വെച്ച് കഴിച്ചു. ഈ വിവരണത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്. വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും യൂദിത്ത് യഹൂദർക്ക് നിഷിദ്ധമായിരുന്ന, നിയമവിരുദ്ധമായിരുന്ന ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. ഇത് അവളുടെ ജീവിത വിശുദ്ധിയെയും നിഷ്ഠയെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭക്ഷണപാനീയങ്ങളിൽ കടുത്ത നിഷ്ഠ പുലർത്തിയ യൂദിത്തിന് നേർവിപരീതമായിട്ടാണ് ഹോളോഫർണസ് പെരുമാറുന്നത്. ഒരു ഭാഗത്ത് ഭക്ഷണപാനീയങ്ങളിൽ കടുത്ത നിഷ്ഠ പുലർത്തുന്ന യൂദിത്ത്, മറ്റൊരു ഭാഗത്ത് നേർവിപരീതമായി ഹോളോഫർണസ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ, വീഞ്ഞിൽ യാതൊരു നിഷ്ഠയും പുലർത്തുന്നില്ല എന്നുള്ളതും ഇതേ തിരുവചനത്തിൽ നമുക്ക് കാണാം. അയാൾ കുടിച്ച് ഉന്മത്തനായി. ജീവിതത്തിൽ ഒരിക്കലും
ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞു കുടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഹോളോഫർണസ് യൂഥത്തിൽ വളരെയധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞു കുടിച്ചു. അത് അയാൾക്ക് വിനാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഒരു പഴയ ജർമ്മൻ പല്ലവി ഇപ്രകാരമാണ്: മാൻ ഇസ്റ്റ് വാസ് മാൻ ഈസ്റ്റ് എന്നാണ്. വൺ ഈസ് വാട്ട് വൺ ഈറ്റ്സ്. നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതാണ് നീ എന്ന ഒരു പ്രയോഗം. ഇത് ഈ അർത്ഥത്തിൽ കറക്റ്റാണ്. ഹോളോഫർണസ് എന്ന സർവ്വസൈന്യാധിപനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണപാനീയങ്ങളിൽ യാതൊരു നിയന്ത്രണവും നിഷ്ഠയുമില്ലാത്ത വ്യക്തിയാണ്. അത് അയാളുടെ ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥയെ കൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് പിന്നീട് അയാൾക്ക് വിനാശത്തിന് കാരണമായി തീരുന്നത്. അതേസമയം യൂഥത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഭക്ഷണപാനീയങ്ങളിൽ മരണം മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പോലും കൃത്യമായ നിഷ്ഠ പുലർത്തി. ആ നിഷ്ഠ അവൾക്ക് അവളുടെ സ്വന്തം ജീവനെ രക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനെ കൂടി രക്ഷിക്കുന്നതിനുമുള്ള കാരണമായി തീരുന്നതും തുടർന്ന് ഉള്ള ഭാഗത്ത് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാണ്. ഭക്ഷണപാനീയങ്ങളിൽ പ്രത്യേകിച്ചും മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ നിഷ്ഠയുണ്ടാകണം, അല്ലെങ്കിൽ വലിയ വിനാശം നമുക്കുണ്ടാകും എന്ന് ഈ ഭാഗം സൂചിപ്പിക്കുന്നു. വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളിൽ ആസക്തി പൂണ്ട ഹോളോഫർണസ് ഒരു കാര്യം മനസ്സിലാക്കിയില്ല: തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നത്. തൻ്റെ മരണം തൊട്ടു മുൻപിൽ വന്നു നിൽക്കുന്നത് ഈ ആസക്തിയുടെ ഉന്മത്തതയുടെ മുൻപിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഈ പരാജയം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ നിഷ്ഠയുണ്ടാകണം എന്ന് ഈ വചനഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പോകാം. 13-ാം അധ്യായത്തിൽ ഹോളോഫർണസിൻ്റെ ദാരുണമായ അന്ത്യം, മരണം, അതോടൊപ്പം ബത്തൂലിയക്കാർക്ക് ലഭിക്കുന്ന നവജീവൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അധ്യായത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിന് മുൻപ് 13-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് ഹ്രസ്വമായിട്ട് ഒന്ന് പരിശോധിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഹോളോഫർണസിന് യൂഥത്തിനെ പ്രാപിക്കാനുള്ള സാഹചര്യം, പശ്ചാത്തലം ഒരുക്കുന്ന ബഗോവാസ് എന്ന ഭൃത്യനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളിൽ തൻ്റെ പദ്ധതി, തൻ്റെ ഉള്ളിൽ താൻ സൂക്ഷിച്ചിട്ടുള്ള പദ്ധതി, അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന യൂഥത്തിനെ നമ്മൾ കാണുന്നു. 13-ാം അധ്യായത്തിൻ്റെ 4-5 തിരുവചനങ്ങളിൽ ഉന്മത്തനായ ഹോളോഫർണസ് ഒരു ഭാഗത്തും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനാനിരതയാകുന്ന യൂഥിത്ത് മറുഭാഗത്തും. 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഹോളോഫർണസ് കൊല ചെയ്യപ്പെടുന്നു. വെട്ടിമാറ്റപ്പെട്ട ശിരസ് ബത്തൂലിയയിലേക്ക് കൊണ്ടുപോകുന്നു. 13-ാം അധ്യായത്തിൻ്റെ 11-13 തിരുവചനങ്ങളിൽ യൂഥിത്തും ദാസിയും ബത്തൂലിയയുടെ കവാടത്തിങ്കൽ അതിസാഹസമായി എത്തിച്ചേർന്നിരിക്കുന്നു. 13-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന യൂഥിത്തിനെയും ബത്തൂലിയ നിവാസികളെയും നമ്മൾ കണ്ടെത്തുന്നു. 13-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നഗരാധിപനായ ബത്തൂലിയയുടെ നഗരാധിപൻ യൂസിയ യൂഥിത്തിനെ അനുഗ്രഹിക്കുന്ന രംഗവുമാണ് നമ്മൾ കാണുന്നത്. അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകാം. 13-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഹോളോഫർണസിന് യൂഥിത്തിനെ പ്രാപിക്കാനായിട്ടുള്ള സ്വകാര്യതയും അതിനുള്ള പശ്ചാത്തലവും ഒരുക്കുന്ന ബഗോവാസ് എന്ന പരിചാരകനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. സന്ധ്യയായപ്പോൾ
ഹോളോഫർണസിൻ്റെ അടിമകൾ വേഗം പിൻവാങ്ങി. ബഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെ എല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തുനിന്ന് അടച്ചു. വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു. സമയം സന്ധ്യയാണ്. സേവകരെല്ലാം മെല്ലെ മെല്ലെ ഹോളോഫർണസിൻ്റെ കൂടാരം വിടുന്നു. ഹോളോഫർണസ് കൂടാരത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട് ഉറങ്ങുകയാണ്. യൂദിത്തും കൂടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹോളോഫർണസിന് ലക്ക് വിടുമ്പോൾ യൂദിത്തിനെ പ്രാപിക്കാൻ സാധ്യമാകും വിധം സംവിധാനവും സാഹചര്യവും ഒരുക്കി ഹോളോഫർണസിൻ്റെ സേവകൻ ബഗോവാസ് എന്ന ഷണ്ഡനും കൂടാരം വിട്ടു. എല്ലാ പശ്ചാത്തല സംവിധാനവും ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്തതായി 13-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളിൽ തൻ്റെ മനസ്സിൽ താൻ കൊണ്ടുവന്ന പദ്ധതി പൂർത്തിയാക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന യൂദിത്തിനെയും നമുക്ക് കാണാം. ഹോളോഫർണസിൻ്റെ പദ്ധതിക്കുള്ള സാഹചര്യം ഒരുക്കി ബഗോവാസ് എന്ന പരിചാരകൻ കടന്നുപോയി. ഇതാ ഇപ്പോൾ തൻ്റെ പദ്ധതി നിർവഹിക്കുന്നുള്ള സാഹചര്യം ഒരുക്കുന്ന യൂദിത്തിനെ നമുക്ക് കാണാം. എന്താണ് യൂദിത്തിൻ്റെ സാഹചര്യം ഒരുക്കാനായിട്ടുള്ള ശ്രമം? അതെന്താണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2-3 തിരുവചനങ്ങൾ. കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോഫർണസിൻ്റെ സമീപം യൂദിത്ത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. ഇവിടെ മറ്റെല്ലാവരും രംഗം വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ നായികയും വില്ലനും മാത്രം അവശേഷിക്കുന്നു. ഹോളോഫർണസിൻ്റെ ശയനമുറിയാണ് രംഗം. തൻ്റെ ദാസിയോട് തനിക്കായി കാത്തു നിൽക്കാനും ഹോളോഫർണസിൻ്റെ പരിചാരകനായ ഭൃത്യനായ ബഗോവാസിനോട് പതിവായി താൻ ചെയ്യാറുള്ളതുപോലെ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് പുറത്തു പോകുമെന്നും യൂദിത്ത് മുൻകൂട്ടി പറയുകയാണ്. അതുകൊണ്ട് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. യാതൊരുവിധ സംശയത്തിനും ഇടയില്ല. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്നാമതായി, താൻ ഹോളോഫർണസിൻ്റെ കിടക്കറയിൽ നിന്നും ജീവനോടെ പുറത്തിറങ്ങും എന്ന് യൂദിത്ത് ഇപ്പോഴും വിശ്വസിക്കുന്നു. രണ്ടാമതായി, താൻ ഹോളോഫർണസിൻ്റെ കിടക്കറയിൽ നിന്ന് മലിനയാകാതെ പുറത്തിറങ്ങുമെന്നും യൂദിത്ത് കരുതുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനായി പോകാൻ അവൾ ഉറയ്ക്കുന്നത്. താൻ ജീവനോടെ പുറത്തിറങ്ങുമെന്ന് യൂദിത്ത് വിശ്വസിക്കുന്നു. താൻ മലിനയാകാതെ, താൻ ബലാത്സംഗത്തിന് വിധേയയാകാതെ പുറത്തിറങ്ങുമെന്നും യൂദിത്ത് വിശ്വസിക്കുന്നു. ഇനി രാത്രിയിൽ യൂദിത്തും ദാസിയും പുറത്തിറങ്ങുന്നത് കണ്ടാൽ, താഴ്വരയിലേക്ക് പോകുന്നത് കണ്ടാൽ, കാവൽക്കാർക്ക് യാതൊരു സംശയവും തോന്നാതിരിക്കാനാണ് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയുന്നത്. മാത്രവുമല്ല, ഇതുവരെയുള്ള 3 ദിവസങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അതൊരു പതിവായി മാറിയിരിക്കുന്നു. ആരും അവരെ സംശയിക്കുകയുമില്ല. അടുത്തതായി 13-ാം അധ്യായത്തിലെ 4-5 തിരുവചനങ്ങളിൽ മദ്യവെച്ച് ലക്കുകെട്ട് ഉന്മത്തനായി കിടക്കുന്ന ഹോളോഫർണസിനെ നമ്മൾ കിടക്കയിൽ കാണുന്നു. ആ കിടക്കയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യൂദിത്തിനെയും നമ്മൾ കാണുന്നു. 13-ാം അധ്യായത്തിലെ 4-5 തിരുവചനങ്ങൾ വായിക്കാം. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവൻ്റെ കിടക്കയ്ക്കടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ
ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത്. യൂദിത്ത് പ്രാർത്ഥനാനിരതയാവുകയാണ്. വീണ്ടും ജെറുസലേമിൻ്റെ മഹത്വത്തിനായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം വ്യക്തിപരമായ നേട്ടങ്ങളല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി അവൾ ദൈവമായ കർത്താവിനോട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഉപരോധം തീർത്ത് യുദ്ധകാഹളം മുഴക്കി ദൈവത്തിൻ്റെ ജനത്തെ വേട്ടയാടുന്ന ശത്രുക്കൾക്കെതിരെ പൊരുതാനുള്ള തൻ്റെ ഉദ്യമത്തിൻ്റെ വിജയത്തിനായിട്ടും യൂദിത്ത് ഈ സമയം പ്രാർത്ഥനാനിരതയായിത്തീരുന്നു. അവളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. 4-ാം ദിനം, സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു, രാത്രി തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് അവൾ ഇടപെടേണ്ട സമയമാണ്. അവളുടെ ഉദ്യമം പൂർത്തിയാക്കാനുള്ള സമയമാണ്. അതിനുള്ള ശക്തിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഹോളോഫർണസ് കൊല ചെയ്യപ്പെടുന്നതും അവൻ്റെ ശിരസ് വെട്ടിമാറ്റപ്പെടുന്നതുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാം.